നമസ്കാരം. ഒരു ചെടി ഒരു വൻവൃക്ഷമായി വളർന്ന് പൂത്തുലഞ്ഞ് കായ്കനികൾ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ഫലപുഷ്ടമായി കഴിഞ്ഞ് വളരെ കാലത്തിന് ശേഷം അതിൻ്റെ തണലിൽ ഒരുപാട് പേര് കിളികളും മനുഷ്യരും ഒക്കെ വന്നിരിക്കുകയും മരക്കൊമ്പുകളിൽ കിളികളൊക്കെ ഇരിക്കുകയും ചെയ്ത് കുറേ കാലത്തിന് ശേഷം ആ മരം നശിച്ചു പോകുന്നു. അടിവേരുണങ്ങി. അങ്ങനെ അടിവേരുണങ്ങിപ്പോയ ഒരു വ്യവസായ സ്ഥാപനത്തിൻ്റെ ആയിട്ടുള്ള ബന്ധവും അതിൻ്റെ പതനവും ഒക്കെ കണ്ട് ദുഃഖിതനാണ് ഞാൻ. മറ്റൊന്നുമല്ല, മംഗളം ദിനപത്രം, മംഗളം വാരിക. MC വർഗീസ് എന്ന് പറയുന്ന ഒന്നുമില്ലായ്മയിൽ നിന്നൊരു വലിയ സാമ്രാജ്യം വെട്ടിപ്പിടിച്ച് ഒരുപാട് കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഭാഗ്യത്തിലൂടെയും വളർന്നു വന്ന് ഒരു പത്രവ്യവസായ സ്ഥാപനം അക്കാലത്ത് മലയോര കർഷകർക്കിടയിൽ വായനയുടെ ഒരു തരംഗമുണ്ടാക്കിയ മലയാള മനോരമയും മംഗളവും പോലുള്ള, പിന്നെ മാപ്രസിദ്ധീകരണങ്ങളെന്ന് ഇവിടുത്തെ സാംസ്കാരിക നായന്മാർ എഴുതിത്തള്ളിയ ഒരുപാട് പേരെ അക്ഷരം പഠിപ്പിച്ച ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഉടമയായിരുന്നു MC വർഗീസ്. അദ്ദേഹത്തിന് 4 മക്കളാണ്. അതിൽ മൂത്തയാൾ സാബു വർഗീസ് എന്ന് പറഞ്ഞ ആളാണ്. മനുഷ്യസ്നേഹിയും മനുഷ്യരുടെ ദുഃഖങ്ങളെ തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്ന, ഇന്നും അന്നും ഒരുപോലെയാണ്. എൻ്റെ സ്വകാര്യമായൊരു അനുഭവമാണത്. ഒരിക്കൽ സ്വകാര്യമായ അഹങ്കാരമായിരുന്നു. ഞാൻ അവിടെ ആ മാഗസിനിൽ ആദ്യം മംഗളം പത്രവുമായിട്ട് ബന്ധപ്പെടുന്നത് അതിൻ്റെ പരസ്യങ്ങൾക്കൊക്കെ ആയിട്ടായിരുന്നു. ഞാൻ പരസ്യക്കമ്പനി നടത്തിയിരുന്ന കാലത്ത് മംഗളം വീക്കിലിയെക്കുറിച്ചും ഒരുപാട് പരസ്യങ്ങൾ ചെയ്തിരുന്ന ആളാണ്. പിന്നെ ട്രിഫാനി എന്ന് പറഞ്ഞ മുട്ടായി ഉണ്ടായി. അപ്പോൾ മുട്ടായിക്കൊക്കെ പരസ്യം ചെയ്തൊരു വ്യവസായ സ്ഥാപനം ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നമ്മൾ കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂരൊക്കെ പോകുന്ന വഴിയിൽ മംഗളത്തിൻ്റെ വലിയൊരു ബിൽഡിങ് കാണാം. നിരവധി വണ്ടികളും പിന്നെ ജനത്തിരക്കും ഒക്കെ ആയി, ഓട്ടോറിക്ഷകളും ബൈക്കിൽ വന്ന പത്രപ്രവർത്തകരും പഠിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ, ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ മുൻവശം നമ്മൾ കണ്ടതാണ്. ഒന്നല്ല, വളരെ കാലം. MC വർഗീസ് സാറിൻ്റെ ക്യാൻസർ ബാധിതനായ അദ്ദേഹം മരിക്കുന്ന കാലം വരെ ആ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ആകാശത്തിനും അപ്പുറത്തായിരുന്നു. ആ പ്രസ്ഥാനം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ, ഞങ്ങൾ അതുവഴി കടന്നു പോകുമ്പോൾ ഞാൻ ഒരു നിമിഷം വണ്ടി നിർത്തി ഞാൻ ആ സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ പോകും. അതിൻ്റെ നിറം മങ്ങിപ്പോയിരിക്കുന്നു. അതിൻ്റെ മുറ്റത്ത് തിരക്കുള്ള ജനങ്ങളില്ല, വാഹനങ്ങളില്ല. ക്ഷയിച്ചു പോയത് എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രസ്ഥാനം തകർന്നത്? എവിടെയാണ് പാളിച്ചകൾ പറ്റിയത്? ആ പാളിച്ചകൾക്ക് കാരണക്കാരെങ്കിലും ഉണ്ടായിരുന്നു? ഇനി അതൊന്നും പഠിച്ചിട്ടോ പറഞ്ഞിട്ടോ അതിനെ വിശകലനം ചെയ്തിട്ടോ കാര്യമില്ല. പക്ഷേ MC വർഗീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവ്, അങ്ങനെ ഒരു സത്യമുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം നശിപ്പിച്ചതിന് കാരണക്കാരായ മനുഷ്യർക്ക് വംശത്തിൽ തന്നെ വളരെ ദോഷമുണ്ടാകാവുന്ന കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം, കഴിഞ്ഞ ദിവസം യൂട്യൂബിലും ഒക്കെ ഇല്ലെങ്കിൽ പത്രപ്രവർത്തന മേഖലകൾക്കിടയിൽ ചില വാർത്തകൾ ചിലർ കണ്ടു. BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായ രാജീവ് ചന്ദ്രശേഖരൻ മംഗളം ദിനപത്രം ഏറ്റെടുക്കുന്നു എന്ന്. മംഗളം പത്രത്തിലെ ഇന്നത്തെ അവസ്ഥ, എൻ്റെ വീക്കിലിയിൽ ഞാൻ 4-5 നോവൽ എഴുതിയിട്ടുണ്ട്. വീക്കിലിയിൽ തന്നെ അതിൻ്റെ പ്രതാപകാലത്ത് നല്ലവണ്ണം പരസ്യം കൊടുത്ത് ഞാൻ മനോരമയിൽ എഴുതുന്ന കാലത്ത് അത് കഴിഞ്ഞ് മംഗളത്തിനും എഴുതിയിട്ടുണ്ട് നോവലുകൾ. ഒരുപാട് പണം അവരെനിക്ക് പരസ്യത്തിൻ്റെ കാര്യത്തിലും പുസ്തകങ്ങൾ എഴുതിയപ്പോഴൊക്കെ തന്നിട്ടുള്ളതാണ്. എവിടെയാണ് പാളിച്ചകൾ എന്ന് പറയുമ്പോൾ, ഒരു പ്രസ്ഥാനം വളർന്നു കഴിഞ്ഞാൽ ചില ഇത്തിൽ കണ്ണികൾ, ആ ഇത്തിൽ കണ്ണികൾ എവിടെയാണോ അവരുടെ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾക്ക് കൈപ്പറ്റാനായിട്ട് അവിടേക്ക് ചെന്ന് കയറും. സ്തുതിപാലനം നടത്തും. നമ്മളെ ആരാണോ സ്തുതിക്കുന്നത്, താങ്കളില്ലെങ്കിൽ ഈ പ്രസ്ഥാനമില്ല, താങ്കളില്ലെങ്കിൽ മറ്റൊന്നുമില്ല, താങ്കളില്ലെങ്കിൽ ഈ ഭൂമിയുടെ ഭ്രമണപഥം ചലിക്കില്ല എന്ന് പറയുന്ന വ്യക്തികളെ തിരിച്ചറിയാതെ പോയതിൻ്റെ ഒരു വലിയ നഗ്ന സത്യമാണ് മംഗളം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ തകർച്ചയ്ക്ക് കാരണം. പിന്നെ ആ മാനേജ്മെൻറ്റിൻ്റെ വർഗീസ് സാറിൻ്റെ കാലശേഷം ആ മാനേജ്മെൻറ്റ്, ആ പുത്രന്മാർക്ക് അവിടെ ഉണ്ടായിരുന്ന ചില സ്തുതിപാഠകർക്കുള്ള അമിതമായ ആത്മവിശ്വാസവും, അതെ, TV ചാനലുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു അക്ഷരങ്ങളെ സ്നേഹിച്ച, അക്ഷരങ്ങളെ വളർത്തിയ ഈ മംഗളം പത്രം, മംഗളം വീക്കിലി, MC വർഗീസ് സാറിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായി കൊണ്ടു നടന്ന ആ പ്രസ്ഥാനത്തിൻ്റെ തകർച്ച, അത് ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന, ഇല്ലെങ്കിൽ അവിടുന്ന് 1 രൂപ നാണയമെങ്കിലും മേടിച്ച് ജീവിച്ച ഒരാളെന്നുള്ള നിലയിൽ വളരെ ദുഃഖത്തോടു കൂടി ഞാൻ പറയുകയാണ്. തിരുവനന്തപുരത്തെ ആ പത്രസ്ഥാപനമാണെങ്കിലും കാട് കയറി കിടക്കുകയാണ്.
ആ സാധനങ്ങൾ, അതിൻ്റെ TV സാധനങ്ങളെല്ലാം ചിപ്റ്റ് ചെയ്തുകൊണ്ട് പോയി. എന്തൊരു ദയനീയമായ പതനമാണ് അവിടെ. അപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത വരുന്നത്. ജഡാവസ്ഥയിലാകാം, ജഡമായി കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രാണനില്ല, പിന്നെ അതിനെ അഗ്നിക്കിരയാകാനേ പറ്റുള്ളൂ. മംഗളം പത്രം, ആൾക്കാരുടെ പത്രം എന്ന് പറയുന്ന മാധ്യമത്തിന്, എല്ലാ പത്രങ്ങൾക്കും വ്യൂവേഴ്സ് പകുതിയിലധികം താഴെ. ഇപ്പം ഞങ്ങളെപ്പോലെ പത്രം വായിച്ച് 62 വയസ്സുള്ള എന്നെപ്പോലുള്ള ഒരു പത്രം വായിച്ച് വന്നവർക്ക് രാവിലെ ഒരു ചായയോടൊപ്പം പത്രം വായിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്തൊരു കാലമുണ്ട്. ഇന്നതൊക്കെ പോയി. ഒരു TV എന്ന് പറയുന്ന ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഈ ലോകത്തെ സകല വാർത്തകളും ശ്രവിക്കാനും സിനിമ കാണാനും എല്ലാ വിനോദങ്ങളും അവൻ്റെ മുഷിപ്പ് മാറാനുള്ള എല്ലാം മൊബൈലിൽ തന്നെ ഉള്ള കാലത്ത് പത്രം വരുത്തി വായിച്ച്, ഇപ്പോൾ ഈ പത്രത്തിന് നല്ല വില, പേപ്പറുകൾക്ക് വലിയ വിലയുള്ള കാലത്ത് ഈ പത്രം വായിച്ച് വരുത്തി അതിനോട് അത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാൾ മാത്രമേ പത്രം വായിക്കുകയുള്ളൂ. അങ്ങനെ പത്രം തകർന്നുപോയ ഒരു പത്രം, തകർന്നു പോയതാണ് മംഗളം പത്രം. ആ പത്രം BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്താൽ ഉണ്ടാകാവുന്ന വിപത്തിനെ കുറിച്ച് ഞാൻ പറയുവാണ്. ജഡമായി പോയിട്ട് സ്ഥാനമാണത്. ഇപ്പം എന്തൊക്കെ അരൗണ്ടൊക്കെ അത് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളുണ്ട്. പക്ഷെ പത്രമാധ്യമങ്ങൾക്ക് സർവനാശം സംഭവിച്ചിരിക്കുന്ന കാലത്ത്, വായനയ്ക്ക് കോട്ടം സംഭവിച്ചിരിക്കുന്ന കാലത്ത്, അതിനെക്കുറിച്ച് ഞാൻ പറയാനുള്ള കാരണം എൻ്റെ 45 നോവലുകളുണ്ട്. അതിപ്പോൾ മാന്ത്രികമൊക്കെ ആയതുകൊണ്ട് അതിനോട് താല്പര്യമുള്ള ആൾക്കാർ വായിച്ചു പോകുന്നുണ്ട്. വായന അന്യം വന്നു പോകുന്ന, ഇല്ലെങ്കിൽ വായനയ്ക്ക് മറ്റൊരു കേൾക്കുന്ന തരത്തിലേക്ക് വായിക്കുക, കണ്ണുകൾ കൊണ്ട് വായിക്കുന്നതിന് പകരം കേൾക്കാനുള്ളതായിട്ടുള്ള സമയമില്ല ആൾക്കാർ. കാറി പോകുമ്പോഴൊക്കെ യൂട്യൂബ് ഇതിലൂടെ പെൻഡ്രൈവിലൂടെ കഥകൾ കേൾക്കാവുന്ന തരത്തിലേക്ക് നറേഷനായി കഥ കേൾക്കാവുന്ന കാലത്ത് ഇപ്പം തന്നെ എൻ്റെ അനന്തഭദ്രം എടുത്ത് ആരണ്ട് വായിക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഈ വീഡിയോ ചെയ്തിരുന്നല്ലോ, അനുമതിയില്ലാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പത്രത്തിന് എന്ത് പ്രസക്തി? പിന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഒരാൾ ഒരിക്കലും ഈ പത്രം ഈ ഒരു അവസ്ഥയിൽ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. രണ്ട്, അങ്ങനെ നിർജീവമായി കിടക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെ വീണ്ടും ഊർജ്ജസ്വലതയോട് ഉയർത്തിക്കൊണ്ടുവന്ന് മറ്റൊന്നാക്കാൻ, ഇലക്ട്രോണിക്സ് മീഡിയ ആണെങ്കിൽ ഒരു പക്ഷേ നിന്നാക്കാം ഒരു പരിധിവരെ. പക്ഷെ പത്രം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് പേരുടെ നൊമ്പരവും വേദനയും ഒക്കെ നിറഞ്ഞ് ശരശയ്യയിലായി കിടക്കുന്ന ഈ മംഗളം പത്രം രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കുന്നുള്ള വാർത്ത സത്യമാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കാരണം ഏത് കഴിവുള്ള, ബുദ്ധിമാനായ, സത്യസന്ധനായ, സമർപ്പണമുള്ള, ഭാഗ്യമുള്ള മനുഷ്യനും ഒരു ദോഷകാലം വരുന്നത് ഒരൊറ്റ രാത്രി കൊണ്ടായിരിക്കും, ഒരൊറ്റ ചിന്ത കൊണ്ടായിരിക്കും. അത്തരത്തിലൊരു ചിന്ത ഉണ്ടാകാതിരിക്കട്ടെ. രാജീവ് ചന്ദ്രശേഖരനുമായിട്ട് എനിക്ക് അടുപ്പമുള്ള ഒരാളാണ്. അടുപ്പം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു കടും കൈയിലേക്ക് പോകാതിരിക്കുക. കാരണം അത് ഒരുപാട് പേരുടെ ശാപങ്ങൾ ആ ശാപതാപ ഭൂമിയിൽ, ആ കുരുക്ഷേത്ര ഭൂമിയിൽ ഭീഷ്മർ കിടക്കുന്ന പോലെ രക്തം വാർന്നൊലിച്ച് കിടക്കുന്ന ഒരു ജഡാവസ്ഥയാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു കടുങ്കൈ താങ്കൾ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.